നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ അന്തരിച്ച നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു അത്ഭുത മനുഷ്യനെക്കുറിച്ചുള്ള വാർത്തയാണിത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാതെ പോകരുത്. ഇങ്ങനൊരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നു എന്നത് തന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സന്തോഷ വാർത്തയാണ്. 91 വയസ്സിൽ നെയ്യാറ്റിൻകരയിലെ വസതിയിൽ വെച്ച് മരിച്ച ഡോക്ടർ A.B. മജീദ് ഖാനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ നാടിന് ചെയ്ത സൽപ്രവർത്തികളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന എത്തിക്സും ഈ നാട്ടിലെ മനുഷ്യരെ ഒരുമിപ്പിച്ചതെങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും. ഞാനിന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ എത്തിയ വലിയ മനുഷ്യരുടെ കാഴ്ചയല്ല. ADGP അജിത് കുമാർ മുതൽ A റഹീം വരെയുള്ള പ്രമുഖരെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അവരോട് സംസാരിക്കുകയും ചെയ്തു. ധാരാളം പ്രമുഖർ, ഈ നാട്ടിലെ സകല രാഷ്ട്രീയക്കാരും സകല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധാരണ മനുഷ്യർ, അതായത് ആരും സഹായിക്കാനില്ലാത്ത സാധാരണ മനുഷ്യർ കണ്ണീരോടെ ഒഴുകിയെത്തുകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നന്മമരങ്ങളിൽ പലരും അവർ 10 പൈസ കൊടുത്താൽ 100 രൂപയുടെ പബ്ലിസിറ്റി റീൽസ് എടുത്ത് പേരെടുക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ആർക്കാണോ അർഹതയുള്ളത്, ആരാണോ കരയുന്നത്, അവരെ ചേർത്ത് പിടിച്ചിരുന്നൊരു മഹാമനുഷ്യനായിരുന്നു. ഞാൻ അവിടെ വെച്ച് കണ്ട ഒരു സംഘം ബാലരാമപുരത്തെ കല്ലുമ്മൂട് എന്ന ഒരു പുരാതന ക്ഷേത്രത്തിന്റെ ഭാരവാഹികളായിരുന്നു. ഈ അമ്പലം പുതുക്കി പണിയാൻ തീരുമാനിക്കുന്നു. ഒരുപാട് പണച്ചെലവുള്ള പണിയായിരുന്നു. ഏതാണ്ടൊക്കെ ഒരു വിധത്തിൽ ഭക്തരുടെ സഹായത്തോടെ പുതുക്കി പണിതു. പക്ഷെ പണം തികഞ്ഞില്ല. ഒരു ഗണപതി ക്ഷേത്രം കൂടി അതിനോടനുബന്ധിച്ച് തീർക്കണം. പണമില്ലാതെ വന്നപ്പോൾ ഈ നാട്ടുകാർ പോയി കണ്ടത് മജീദ് ഖാനെയാണ്. മജീദ് ഖാൻ തന്റെ കയ്യിലെ പണം മുടക്കി ഈ ഗണപതി ക്ഷേത്രം പണി തീർത്തു. ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കണ്ണീരോടുകൂടി മജീദ് ഖാനെ യാത്ര അയക്കാൻ എത്തിയതാണ്. അന്ധരായ കുറെ പേർ അതിലെത്തി. അവരുടെ കണ്ണുകളിൽ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. പക്ഷെ അവരുടെ അകക്കണ്ണുകളിൽ അദ്ദേഹമുണ്ട്. കാരണം ആ അന്ധരായ മനുഷ്യ സമൂഹത്തെ ഒരുപാട് പരിപാലിച്ചിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. 2 കാര്യങ്ങൾ പറയട്ടെ. നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രി സമുച്ചയം, കന്യാകുമാരി ജില്ലയിലെ തക്കലയിലുള്ള നൂറുൽ ഇസ്ലാം ഡീംഡ് സർവകലാശാല തുടങ്ങിയ അനേകം സ്ഥാപനങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ ചാൻസലർ ആയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം വെന്റിലേറ്ററിലാവുന്നത്. അതുവരെ അദ്ദേഹം തുടർച്ചയായി ചാൻസലർ എന്ന തന്റെ ജോലി ചെയ്യാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പോകുമായിരുന്നു, അവിടെ ഉണ്ടാകുമായിരുന്നു. നെയ്യാറ്റിൻകര പെൻഷൻ പ്ലാൻ എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര നഗരസഭയിലെയും പരിസരത്തെ 8 പഞ്ചായത്തുകളിലെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂന്തറ വാർഡിലെയും സകല ഭിന്നശേഷി കുട്ടികളുടെയും അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കുമായിരുന്നു. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, അതിൽ 50 രൂപ കുറവ്. സർക്കാരിനോട് മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് 436 പേർക്കാണ് കൃത്യമായി തുക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിംസ് സ്പെക്ട്രം എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട്. നിംസ് ആശുപത്രിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നതാണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതു ഭിന്നശേഷിക്കാരൻ അവിടെ എന്ത് ചികിത്സയ്ക്ക് വന്നാലും അവിടെ ബില്ലടിച്ചു കൊടുക്കും. പണം കൊടുക്കണ്ട. ചികിത്സയുടെ യഥാർത്ഥ ബില്ല് അടിച്ചു കൊടുക്കും. പക്ഷെ പണം നിർബന്ധമല്ല. കൊടുക്കാനുള്ളത് കൊടുക്കുക. നിങ്ങളുടെ ആ ബില്ല് മുഴുവൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ല ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട. അതല്ല നിങ്ങളുടെ 100-1000 രൂപയോ കൊടുക്കാനുള്ളെങ്കിൽ കൊടുത്താൽ മതി. 18 വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാർ ചികിത്സിക്കാൻ വന്നാലത്തെ സ്ഥിതി ഇതാണ്. മാത്രമല്ല ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. പാവങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് ആണ്. എന്ന് മാത്രമല്ല ഈ നിംസ് ആശുപത്രി ഒരു കൊള്ള സങ്കേതമേ അല്ല. എല്ലാ സൗകര്യങ്ങളുമുള്ള നിരവധി ഡോക്ടർമാർ ജോലി ചെയ്യുന്ന അത്യാധുനിക ആശുപത്രിയാണ്. പക്ഷെ അത് കൊള്ള സങ്കേതമേ അല്ല. K. മാമൻ അടക്കമുള്ള പല സ്വാതന്ത്ര്യ സമര ഭടന്മാരും അവിടെയായിരുന്നു അവസാന ദിവസങ്ങൾ കഴിഞ്ഞുകൂട്ടിയതും ചികിത്സിച്ചതും. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആർക്കും അവിടെ സൗജന്യ ചികിത്സയും പരിരക്ഷയും ഉണ്ടായി. അത് തലമുതിർന്ന് ആരുമില്ലാത്ത രാഷ്ട്രീയക്കാരാണെങ്കിലും സമൂഹത്തിന് വേണ്ടി ജീവിച്ച് ഒടുവിൽ തിരിഞ്ഞു നോക്കാനില്ലാത്ത മനുഷ്യരാണെങ്കിലും ഇവിടെ അഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അബോധാവസ്ഥയിലോ മറ്റോ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ മറ്റൊരു ആശുപത്രിയിലേക്കും കൊണ്ടുപോകരുത്, നിംസിലേക്ക് കൊണ്ടുപോകണമെന്ന്. കാരണം ഇത് ഡോക്ടർ മജീദ് ഖാന്റെ ആശുപത്രി ആയതുകൊണ്ടാണ്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് ഈ നിംസ് ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയയുണ്ട്. ഈ 2 കൂട്ടരും ചേർന്ന് ആശുപത്രിയും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും ചേർന്നാണ് ആളെ കണ്ടെത്തുന്നത്. 417 പേർക്ക് സൗജന്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിക്കൊടുത്തു. എണ്ണിയാൽ തീരാത്ത
അനേകം നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ. RCCയിലെ രോഗികൾക്ക് സൗജന്യ പാല് കൊടുക്കും. നിംസിൽ വന്ന് പ്രസവിച്ചു പോകുന്ന അമ്മമാർക്ക് ഒരു മരം കൊടുത്തുവിടും. ഒരു കുട്ടിയോടൊപ്പം ഒരു മരം കൂടി വളരട്ടെ എന്നതാണ്. ഈ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ ക്യാമ്പസിൽ കുരങ്ങന്മാരോടുള്ള സ്നേഹം കാണേണ്ടതാണ്. ഈ കുരങ്ങന്മാർ അപകടമുണ്ടാക്കാത്ത തരത്തിൽ അവർക്ക് കൂടി ജീവിക്കാൻ അവിടെ അവസരമൊരുക്കി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ എണ്ണി 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 പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ നന്മയുടെ തനി മാതൃകയായി മാറിയ ഒരു മനുഷ്യൻ. മതമോ ജാതിയോ രാഷ്ട്രീയമോ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദേശാഭിമാനിയോ ചന്ദ്രികയോ മാധ്യമമോ മാത്രമല്ല, ജനൻ ടിവിയോ ജന്മഭൂമിയോ ഒരു പരിപാടി നടത്തിയാലും അവരതിനോട് സഹകരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അദ്ഭുത മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞ ITC എന്ന് പറയും, ഇത് തുടങ്ങിയത് അദ്ദേഹമാണ്. എന്നാണെന്ന് പറയാം, 1954 കേരളം രൂപീകരിക്കുന്നതിന് മുൻപ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു എക്സൈസ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം മകനെ നന്നായി പഠിപ്പിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് ചേർന്നു. യുദ്ധസമയമായിരുന്നു, പട്ടിണിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഭക്ഷണം മകന് നല്ലതുപോലെ കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ അതിനു മുൻപ് മദ്രാസിൽ പോയി അദ്ദേഹം ITI പഠിച്ചിരുന്നു. സാങ്കേതികമായി ഇലക്ട്രോണിക്സും മെക്കാനിക്സും ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു വന്നപ്പോൾ തന്റെ നാട്ടിൽ ഒരു ITC തുടങ്ങുന്നു. അത് പിന്നീട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആവുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അതിർത്തി അളന്ന് തിട്ടപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന്റെ കുട്ടികളാണ് ഏറ്റെടുത്തത്. ആദ്യത്തെ കന്യാകുമാരി ജില്ലയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നത് ഇദ്ദേഹമാണ്. ഇൻഡോ ചൈന യുദ്ധസമയത്ത് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ സൈനികർക്കും എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർക്കും ഒക്കെ പരിശീലനം ഉണ്ടായിരുന്നു. ഈ സർവകലാശാല ആദ്യത്തെ എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ ഉപഗ്രഹം വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. KSEB തുടങ്ങി മുമ്പോട്ട് പോയ സമയത്ത് KSEBക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും കൊടുത്തത് ഇവരായിരുന്നു. KSEB പോസ്റ്റുകൾ മാറ്റി ഈ കോൺക്രീറ്റ് പോസ്റ്റുകളാക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം മുഴുവൻ കോൺക്രീറ്റ് പോസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളായിരുന്നു. നൂറുൽ ഇസ്ലാം പിന്നീട് സർവകലാശാലയായി മാറുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകുന്നു. ആ പ്രസ്ഥാനങ്ങൾക്ക് 50-ാം വർഷം നിംസ് എന്ന പേരിൽ ഒരു ആശുപത്രി തുടങ്ങുന്നു. ഈ ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ വളരുമ്പോഴും അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇദ്ദേഹം നന്മ ഒരു അടയാളമായി കൊണ്ട് നടന്നു. നന്മ ചെയ്തേ മതിയാവൂ. 1 രൂപ പോലും സർക്കാരിന്റെ ഗ്രാന്റ് കൈപ്പറ്റാതാണ് അദ്ദേഹം ഈ ഭിന്നശേഷിക്കാരെയും മറ്റും സൗജന്യമായി ചികിത്സിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മയുടെ പ്രതീകമായി മാറി, മതേതരത്വത്തിന്റെ പ്രതീകമായി മാറി, മികവിന്റെ പ്രതീകമായി മാറി. റീൽസ് എടുക്കാനോ പണം മുടക്കി പബ്ലിസിറ്റി കൊടുക്കാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കേരളം കണ്ട അത്യപൂർവ നന്മ മരങ്ങളിൽ ഒരാളായിരുന്നു മജീദ് ഖാൻ. ഡോക്ടർ മജീദ് ഖാൻ മരണത്തിൽ വേദനിക്കാത്തവരായി ആരുമില്ല. ആ മഹാനുഭവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവകം.